السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي يا نبي الله. ഏറ്റവും ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, പ്രിയമുള്ള കാരണവന്മാരെ, പരിശുദ്ധമായ ഉംറ നിർവഹിക്കാൻ വേണ്ടി യാത്ര ഉദ്ദേശിച്ചിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഖ്ബൂലും മബ്റൂറുമായ നിലക്ക് ഉംറയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉംറ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഉംറയെക്കുറിച്ച് പൂർണ്ണമായും പഠിക്കാൻ ധാരാളമായും പഠന ക്ലാസുകൾ നമുക്കിന്ന് ഓൺലൈനിൽ തന്നെ ലഭ്യമാണ്. പക്ഷേ ആ ക്ലാസ്സുകളൊക്കെ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന അവതരണമായതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയം കൊണ്ട് ഉംറ പഠിക്കാൻ പറ്റിയ ഒരു ക്ലാസ് കിട്ടിയെങ്കിൽ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ സുത്യർഹമായ സേവനം അനുഷ്ഠിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഫെലിസ്കോ ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസ് ഉംറ സിയാറ ഇങ്ങനെ ഒരു പഠന ക്ലാസ് ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീർത്തും ഉംറയുടെ എല്ലാ നിബന്ധനകളും മനസ്സിലാക്കി കുറ്റമറ്റ രീതിയിൽ പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് തന്നെയാണ് ഇന്നിവിടെ ഉദ്ദേശിക്കുന്നത്. എങ്കിലും വളരെ ലളിതമായ രീതിയിൽ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ ഇത് അവസാനിപ്പിക്കണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളും ആദ്യാന്ത്യം ഇത് കേൾക്കുകയും ഓരോന്നും നോട്ട് ചെയ്ത് പഠിച്ച് ന്യൂനതകളില്ലാത്ത, കുറ്റങ്ങളില്ലാത്ത ഒരു പരിപൂർണമായ ഉംറ നിർവഹിക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറാകണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തി ഞാൻ നേരെ വിഷയത്തിലേക്ക് തന്നെ കടക്കുകയാണ്. ഉംറ എന്നുള്ള മഹത്തായ ഇബാദത്ത് വലിയ പുണ്യമുള്ളതാണ്. ഉംറ നിർവഹിക്കണമെങ്കിൽ മക്കയിൽ തന്നെ നമുക്ക് എത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഏത് പ്രയാസമുള്ള ആളുകളും ശാരീരികമായാലും സാമ്പത്തികമായാലും ആ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തുകൊണ്ട് മക്കയെ ലക്ഷ്യം വെച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പറയുന്നുണ്ട്, വാതിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനു വേണ്ടി ഹജ്ജിനെയും ഉംറയും പൂർത്തിയാക്കി നിർവഹിക്കുക എന്ന്. എന്നാൽ ഉംറയ്ക്ക് വേണ്ടി പോകുന്ന ആളുകൾ, ഹജ്ജിന് വേണ്ടി പോകുന്ന ആളുകൾ ആരാണ്? അവർ അല്ലാഹുവിൻ്റെ വിരുന്നുകാരാണ്. കാരണം അല്ലാഹുവിൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ആ ക്ഷണിക്കപ്പെട്ടതിൻ്റെ അർത്ഥത്തിലാണ് ഉംറ നിർവഹിക്കാൻ അല്ലെങ്കിൽ ഹജ്ജ് നിർവഹിക്കാനുള്ള ഹാജിമാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഹജ്ജിനും ഉംറക്കും പോകുന്ന ആ അല്ലാഹുവിൻ്റെ വിരുന്നുകാരായ ആളുകൾ അല്ലാഹുവിനോട് ചോദിച്ചാൽ ഉടനെ അല്ലാഹു അവർക്ക് ഉത്തരം നൽകുന്നതാണ് എന്ന് നമുക്കറിയാം. നമ്മെ പരിശുദ്ധ ഖുർആൻ അത് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നു. പരിശുദ്ധമായ ഉംറ നിർവഹിക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ചിട്ടുള്ള, തീരുമാനിച്ചിട്ടുള്ള നമുക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ നമ്മൾ എന്താണ് ആദ്യമായി ചെയ്യേണ്ടത്? അതിനുവേണ്ട ഒരുക്കങ്ങൾ, തയ്യാറെടുപ്പുകൾ വേണം. ഉംറയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രധാനമായും ചെയ്യാനുള്ളത് ഉംറയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം ഒരു കൂടിയാലോചനയാണ്. ആരോടാണ് നമ്മൾ കൂടിയാലോചന നടത്തേണ്ടത്? ഉംറയെക്കുറിച്ച് അറിയുന്ന, യാത്രയെക്കുറിച്ച് പരിചയമുള്ള അത്തരം ആളുകളോട് ഒരു കൂടിയാലോചന നടത്തി
ഞാൻ എങ്ങനെ പോകണം, ആരെ കൂടെ പോകണം എന്നുള്ള ആലോചനകൾ നടത്തേണ്ടതുണ്ട്. മറ്റൊന്ന്, ഉംറയ്ക്ക് ഒരുങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ധനസമ്പാദനമാണ്. അത് വളരെ കൃത്യമായി ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിച്ച ധനമായിരിക്കണം. എങ്കിലേ നമുക്ക് ആ ഉംറയുടെ പ്രതിഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. മറ്റൊന്ന്, ഉംറയ്ക്ക് ഒരുങ്ങുമ്പോൾ നമ്മുടെ മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങിക്കണം. ഞാൻ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം ചെയ്ത് കഅബയുടെ ചാരത്തേക്കല്ലേ പോകുന്നത് എന്നു കരുതി ഉമ്മയുടെ പൊരുത്തമില്ലാതെ പോയാൽ, വാപ്പയുടെ പൊരുത്തമില്ലാതെ പോയാൽ നമുക്ക് അത് കേവലം ഒരു യാത്ര മാത്രമാണ്. അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കാൻ ഒരിക്കലും നമുക്കതുകൊണ്ട് കഴിയില്ല. അപ്പം അതുകൊണ്ട് മാതാപിതാക്കളുടെ പൊരുത്തം ഉണ്ടായിരിക്കണം. മറ്റൊന്ന്, അള്ളാഹുവിനോട് തൗബ ചെയ്യുക എന്നതാണ്. അവിടെ ചെന്നിട്ടല്ല തൗബ ചെയ്യേണ്ടത്. ആ പോകുന്നതിൻ്റെ മുമ്പ് തന്നെ, ഉംറ ഉദ്ദേശിച്ചാൽ തന്നെ, ഹജ്ജ് ഉദ്ദേശിച്ചാൽ തന്നെ നമ്മൾ ആദ്യമായി ഒന്ന് ക്ലിയർ ആവണം. എല്ലാ അർത്ഥത്തിലും കുറ്റങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും മാറി നിന്ന് വന്നുപോയ തെറ്റുകളെ കുറിച്ചൊക്കെ പാശ്ചാത്തപിച്ച് ഇനി ഒരിക്കലും എന്നിൽ നിന്ന് തെറ്റുണ്ടാകുകയില്ല എന്ന് ഉറപ്പിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ തൗബ ചെയ്തുകൊണ്ടായിരിക്കണം ഉംറയ്ക്ക് വേണ്ടി പോകുന്നത്. ഇത് പറയുമ്പോൾ നമ്മൾ മറ്റൊരാളുമായി തെറ്റി നിൽക്കുന്നത്, അത് സ്വന്തക്കാരാകാം, അയൽവാസികളാകാം, മറ്റാരുമാകാം, അങ്ങനെ പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അത് വലിയ ഒരു കുറ്റമാണ്, തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ തെറ്റ് അവസാനിപ്പിച്ച് അവരുമായി സുൽഹിലായി നമ്മൾ അവരോട് യാത്ര പറഞ്ഞ് തൗബ ചെയ്തുകൊണ്ടായിരിക്കണം ഉംറയ്ക്ക് വേണ്ടി പോകുന്നത്. ഇനി ഉംറയെ കുറിച്ച് പഠനം നടത്തണം, പഠിച്ചുകൊണ്ടായിരിക്കണം ഉംറയ്ക്ക് പോകുന്നത്. ഫെലിസ്കോ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ പ്രത്യേകത അതാണ്. നമ്മൾ വിവിധ ഘട്ടങ്ങളിലായി നമ്മുടെ കൂടെ യാത്രക്ക് ഉദ്ദേശിച്ച ആളുകൾക്ക് ഉംറ പഠിപ്പിക്കുകയാണ്. ഫിസിക്കലായി അവർക്ക് ക്ലാസ് നൽകുന്നു, ഓൺലൈനിൽ ക്ലാസ് നൽകുന്നു, യാത്രക്കിടയിൽ ക്ലാസും അതുപോലെ സംശയ നിവാരണവും നൽകി തീർത്തും കുറ്റമറ്റ രീതിയിൽ ഉംറ നിർവഹിക്കാൻ വേണ്ടി പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഉംറയെ കുറിച്ച് പഠിക്കണം. ഇനി യാത്ര തുടങ്ങുന്ന സമയത്ത്, യാത്രക്ക് വീട്ടിൽ നിന്ന് നമ്മൾ പുറപ്പെടുമ്പോൾ എല്ലാ അർത്ഥത്തിലും യാത്രക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞാൽ യാത്രക്ക് ഇറങ്ങുന്നതിൻ്റെ തൊട്ടു മുമ്പായി യാത്രയുടെ സുന്നത്ത് നിസ്കാരം നമ്മളെല്ലാവരും നിർവഹിക്കണം. യാത്രയുടെ സുന്നത്ത് നിസ്കാരം നമ്മൾ നിർവഹിക്കണം. എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? യാത്രയുടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു, നിയ്യത്ത് ചെയ്തുകൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കുന്നു. അതിൽ ഒന്നാമത്തെ റക്അത്തിൽ ലിഇലാഫി ഖുറൈശിൻ എന്ന സൂറത്ത്, ഖുൽ യാ അയ്യുൽ കാഫിറൂൻ എന്ന സൂറത്ത്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന സൂറത്തും ഓതുക. രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന സൂറത്തും ഓതുക. സലാം വീട്ടിയതിനു ശേഷം ആയത്തുൽ കുർസിയും ലീലാഫി ഖുറൈശിയും ഓതി ദുആ ചെയ്തുകൊണ്ട് യാത്ര ആരംഭിക്കുക. ഇനി വാഹനത്തിലേക്ക് കയറുമ്പോൾ ദിക്റുകൾ ചൊല്ലാറുണ്ട്. അങ്ങനെ ഇൻഷാ അല്ലാഹ് നമ്മുടെ കൈപുസ്തകത്തിൽ, നമ്മൾ ഉംറ ഉദ്ദേശിച്ച ആളുകൾക്കൊക്കെ നൽകിയ കൈപുസ്തകത്തിൽ വിശദമായി അതെല്ലാം ഉണ്ട്. നാം അതൊക്കെയും നോക്കി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ഇനി നമ്മൾ യാത്ര പോയി നമ്മൾ ഉംറയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ പ്രവേശിക്കുകയാണ്. ഉംറ എങ്ങനെയാണ് ഉംറ ചെയ്യുക? ഉംറയുടെ വാജിബാത്തുകൾ എന്തൊക്കെയാണ്? ഉംറയുടെ റുക്കുനുകൾ ഏതൊക്കെയാണ്? ഉംറക്ക് വാജിബാത്തുകൾ 2 എണ്ണമാണ്. ഉംറയുടെ വാജിബാത്തുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുക, അല്ലെങ്കിൽ നിയ്യത്ത് ചെയ്യുക. ഇഹ്റാം ചെയ്യുക എന്ന് പറഞ്ഞാലും നിയ്യത്ത് ചെയ്യുക എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. പലരും ഇഹ്റാം കെട്ടുക എന്ന് പറയാറുണ്ട്, അങ്ങനെയും പറയാം. പക്ഷെ ഇഹ്റാം കെട്ടുക എന്ന് പറയുമ്പോൾ ചിലരൊക്കെ വിചാരിച്ചത് പുരുഷന്മാരെ ആ ഉംറയ്ക്ക് വേണ്ടി ആ തുണി ഉടുക്കുന്നതിനാണ് ഈ പറയുന്നത് എന്നാണ്. അല്ല, മറിച്ച് നമ്മളെ നിയ്യത്തിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പോൾ മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുക. രണ്ടാമത്തത്, ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഈ 2 വാജിബാത്തുകളാണ് ഉംറയ്ക്ക് ഉള്ളത്. ഇനി ഉംറയുടെ റുക്കുനുകൾ, ഫർളുകൾ അതെന്തൊക്കെയാണ്? റുക്കുനുകൾ ഏതൊക്കെയാണ്? ഒന്ന് ഇഹ്റാം ചെയ്യുക എന്നതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. അത് മീഖാത്തിൽ നിന്നാകുക എന്നതാണ് വാജിബാത്ത്.
ഇഹ്റാം ചെയ്യുക, നിയ്യത്ത് ചെയ്യുക എന്നത് റുക്നാണ്. രണ്ടാമത്തത് തവാഫ് ചെയ്യുക, മൂന്നാമത്തത് സഅയ് ചെയ്യുക, 4 മുടി മുറിക്കുക, 5 ഈ പറയപ്പെട്ടതുപോലെ വഴിയായി ചെയ്യുക. ഈ 5 റുക്കുനുകളാണ് ഉംറക്ക് ഉള്ളത്. എന്താണ് ഈ റുക്കുനുകളും വാജിബാത്തുകളും തമ്മിലുള്ള വ്യത്യാസം? ഒരാൾ ഉംറക്കിടയിൽ ഈ വാജിബാത്ത് നഷ്ടപ്പെട്ടാൽ, അഥവാ നിഷിദ്ധമായ ഇഹ്റാമിന് ശേഷം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക എന്നത് പാടില്ല, അത് ഏതെങ്കിലും സംഭവിച്ചു പോയാൽ അത് നമുക്ക് ഫിദിയ നൽകിക്കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതാണ്. എന്നാൽ റുക്കുനുകളിൽ നിന്ന് ഒന്ന് നഷ്ടപ്പെട്ടാൽ അത് ചെയ്യുക എന്നതല്ലാതെ നമുക്കത് അതിന് പ്രായശ്ചിത്തം നൽകിക്കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നത് അല്ല. ഇനി നമുക്ക് ഉംറയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇഹ്റാം അതാണല്ലോ ആദ്യം ഉണ്ടാകുക. ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം ചെയ്യുക. നമ്മൾ ദമാം വഴി നമ്മളെ യാത്ര പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ എയർപോർട്ടിൽ നിന്ന് തന്നെ ഇഹ്റാം ചെയ്തുകൊണ്ട് പോകേണ്ട ആവശ്യം ഇല്ല. മറിച്ച് നമ്മൾ ദമാമിൽ നിന്ന് ബസ്സിൽ യാത്ര ചെയ്ത് ഉംറയെക്കുറിച്ച് വീണ്ടും ഒരു പഠനം നടത്തി, സംശയ നിവാരണം നടത്തി, ചരിത്രങ്ങളൊക്കെ അവതരിപ്പിച്ച് അങ്ങനെ ചെന്ന് ത്വാഇഫില് കർണുൽ മനാസിൽ എന്ന് പറയുന്ന മീഖാത്തിലെത്തി. അവിടെ എത്തിയിട്ട് ഇനി 1 മണിക്കൂറാണ് നമുക്ക് മക്കയിലെത്താനുള്ളത്. ആ സമയത്ത് അവിടെ വെച്ചാണ് നമ്മൾ ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം ചെയ്യുന്നത്. അതേസമയത്ത് നമ്മൾ ജിദ്ദ വഴിക്ക് പോവുകയാണെങ്കിൽ നമ്മൾ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തുകൊണ്ട് ഫ്ലൈറ്റിലേക്ക് കയറി ആ മീഖാത്തിന്റെ മുകളിലൂടെയാണ് പറന്നു പോവുകയാണ് ചെയ്യുക. അപ്പൊ ഇവിടെ തന്നെ ഇഹ്റാം ചെയ്ത് കയറേണ്ടി വരും. ചുരുക്കത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ എവിടെ വെച്ചാണോ ഇഹ്റാം ചെയ്യുന്നത്, ആ ഇഹ്റാം ചെയ്യുന്ന സമയത്തുള്ള ആ നിയ്യത്ത് ചെയ്യുന്ന സമയത്ത് അതിന് ചില സുന്നത്തുകൾ ഉണ്ട്. എന്തൊക്കെയാണ് സുന്നത്തുകൾ? ഒന്ന്, ഇഹ്റാം ചെയ്യുന്നതിന്റെ മുമ്പ് അവരുടെ ശരീരത്തിൽ നിന്നുള്ള രോമങ്ങളൊക്കെയും വൃത്തിയാക്കുക, നഖം മുറിക്കുക, മീശ മുറിക്കുക. അതുപോലെ തന്നെ ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം ചെയ്യാനുള്ള ഇഹ്റാമിന്റെ സുന്നത്തായ കുളി നിർവഹിക്കുന്നു. നിയ്യത്ത് ചെയ്തുകൊണ്ട് കുളിക്കുക. കുളി കഴിഞ്ഞ് ഇഹ്റാമിന് വേണ്ടിയുള്ള വസ്ത്രം ധരിച്ച് ഇഹ്റാമിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിക്കുക. അപ്പോ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യാൻ ഒരുങ്ങാണ്, കുളിച്ചിട്ടുണ്ട്, വസ്ത്രം മാറ്റി, ഇനി നിയ്യത്ത് ചെയ്തിട്ടില്ല. ഇഹ്റാമിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു. നിയ്യത്ത് ചെയ്തുകൊണ്ട് അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലി 2 റക്അത്ത് നിസ്കാരം നിർവഹിക്കുക. ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പിന്നീടാണ് നമ്മൾ ഉംറയ്ക്ക് വേണ്ടി നിയ്യത്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇഹ്റാം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് യാത്രക്കുള്ള വാഹനം റെഡിയാണെങ്കിൽ ആ വാഹനത്തിൽ കയറി യാത്ര പുറപ്പെടലോടുകൂടെ നിയ്യത്ത് ചെയ്യലാണ്, ഇഹ്റാം ചെയ്യലാണ് സുന്നത്ത്. നവൈതുൽ ഉംറത വഅഹ്റംതു ബിഹാ ലില്ലാഹി തആല എന്ന് നിയ്യത്ത് ചെയ്യലോടുകൂടെ ഉംറയിലേക്ക് പ്രവേശിച്ചു. ലബ്ബൈക അല്ലാഹുമ്മ ബിഉംറത്തിൻ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. അൽഹംദുലില്ലാഹ്, ഉംറയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉംറയുടെ വാജിബാത്ത് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, വാജിബാത്തിൽ രണ്ടാമത്തത് ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത നിഷിദ്ധമായ കാര്യങ്ങൾ അത് ചെയ്യാതിരിക്കുക. ഏതൊക്കെയാണ് ഉംറക്ക് ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ നിഷിദ്ധമായ കാര്യങ്ങൾ? പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാർക്ക് ഉംറ തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെ തുന്നപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കൽ ഹറാമാണ്, നിഷിദ്ധമാണ്. ഉംറ ആരംഭിച്ചത് മുതൽ അവസാനിക്കുന്നത് വരെ. ഇവിടെ പ്രത്യേകം ആദ്യമായിട്ടൊക്കെ പോകുന്ന ആളുകൾ പ്രത്യേകം മനസ്സിലാക്കണം, എപ്പോഴാണ് ഉംറ ആരംഭിക്കുന്നത്? മക്കയിലെത്തിയിട്ട് കഅബന്റെ അടുത്ത് ചെന്നിട്ട് നമ്മൾ ആ കഅബയെ ചുറ്റാൻ വേണ്ടി തുടങ്ങുമ്പോഴാണോ നമ്മൾ ഉംറ ആരംഭിക്കുന്നത്? അല്ല, മറിച്ച് നമ്മൾ മീഖാത്തിലെത്തി അവിടുന്ന് കുളിച്ച് വസ്ത്രം മാറ്റി 2 റക്അത്ത് നിസ്കാരവും നിർവഹിച്ച് പിന്നെ നമ്മൾ നിയ്യത്ത് വെക്കുകയാണ്.
ഞാൻ ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം ചെയ്യുന്നു, നവൈതുൽ ഉംറത വഅഹ്റംതു ബിഹാ ലില്ലാഹി തആല, ആ നിയ്യത്ത് വെക്കലോടുകൂടെ അവര് ഉംറയിലേക്ക് പ്രവേശിച്ചു. അപ്പൊ നമ്മൾ മക്കയിലെത്തിയിട്ടില്ല. പിന്നെ നമ്മൾ ബസ്സിൽ മണിക്കൂറുകൾ യാത്ര ചെയ്തിട്ടാണ് മക്കയിലേക്ക് എത്തുന്നത്. അപ്പൊ ഉംറയിലായിക്കൊണ്ട് നമ്മൾ ബസ്സിലുണ്ടാകും, റോട്ടിലുണ്ടാകും, അങ്ങാടിയിലുണ്ടാകും, റൂമിലുണ്ടാകും, അപ്പോഴൊക്കെ നമ്മൾ ഉംറയിലാണ്. അപ്പോൾ ആ നിയ്യത്ത് വെച്ചത് മുതൽ, ഉംറ ആരംഭിച്ചത് മുതൽ ഉംറ അവസാനിക്കുന്നത് എപ്പോഴാണ്? ഉംറയുടെ അവസാനത്തെ റുക്കിനായ മുടി മുറിക്കലോടുകൂടെയാണ്. അപ്പൊ ആ മുടി മുറിക്കുന്നത് വരെയുള്ള സമയം നമ്മളൊക്കെയും ഉംറയിലാണ്. ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. പുരുഷന്മാർക്ക് തുന്നപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പുരുഷന്മാര് 2 തുണികളാണ് ഉപയോഗിക്കാറുള്ളത്. ഒന്ന് ഉടുക്കാനാണ്, ഒന്ന് പുതക്കാനാണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഔറത്ത് മറക്കലാണ് നിർബന്ധമുള്ളത്. പുരുഷന്റെ ഔറത്ത് പുക്കളു മറയണം, പുക്കളു മുതൽ മുട്ട് മറയുന്ന രീതിയിലുള്ള ഒരു തുണിയാണ്. അങ്ങനെ ഒരു തുണി ഉടുത്താൽ മാത്രം ഉംറ ചെയ്യാം, ഉംറ സ്വഹിയാകുന്നതാണ്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, തുണി ഉടുക്കുമ്പോൾ പുക്ലിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിപ്പോയാൽ ഔറത്തിന്റെ ഭാഗങ്ങൾ പുറത്തേക്ക് കാണും. അപ്പോൾ തവാഫ് സ്വഹിയാകുകയില്ല. തവാഫ് സ്വഹിയാകാതിരുന്നാൽ നമ്മുടെ ഉംറയും സ്വഹിയാവുകയില്ല. അപ്പൊ ഔറത്ത് മറയണം, അതിനുശേഷം പറയാൻ പോകുന്നുണ്ട്. അപ്പൊ ഏതായാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, തുന്നപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കരുത്. ചുറ്റി തുന്നപ്പെട്ട വസ്ത്രങ്ങൾ, അപ്പൊ നമ്മൾ തുണിയുടെ കരഭാഗം ചുറ്റി മടക്കി തുന്നിയിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കലാണ് നല്ലത്. അപ്പൊ ചിലരൊക്കെ ചോദിക്കും, തുന്നലുള്ള ഒന്നും ധരിക്കാൻ പാടില്ലേ? നമ്മളൊരു ബാഗ് കൂടെ കൊണ്ടുനടക്കുന്നുണ്ട്, മൊബൈലും മറ്റൊക്കെ ഇടാൻ വേണ്ടി തോളിൽ വെച്ചിട്ട്. ആ ബാഗിന് സ്റ്റിച്ച് ഉണ്ടെങ്കിലോ അതുകൊണ്ട് പ്രശ്നമില്ല. അതേപോലെ തന്നെ നമ്മളെ കയ്യിൽ വാച്ച് കെട്ടിയിട്ട് അതിന്റെ പട്ടയിൽ സ്റ്റിച്ച് ഉണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. കാലിൽ ധരിച്ച ചെരുപ്പിൽ സ്റ്റിച്ച് ഉണ്ട്, അത് പ്രശ്നമല്ല. അരയിൽ കെട്ടിയ ബെൽറ്റ് അതിൽ സ്റ്റിച്ച് ഉണ്ട്, പ്രശ്നമല്ല. കാരണം അതൊന്നും വസ്ത്രമല്ല. അപ്പൊ വസ്ത്രങ്ങളായി ഒന്നും തുന്നപ്പെട്ടത് ധരിക്കരുത്. അത് അടിവസ്ത്രങ്ങൾ പോലും, കാണാത്ത വസ്ത്രങ്ങളും ധരിക്കാൻ പാടില്ല. ഇനി പുരുഷന്മാർക്ക് രണ്ടാമത്തെ ഒന്ന്, തല മറക്കാൻ പാടില്ല. ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യുന്നത് വരെയുള്ള സമയങ്ങളിൽ, മറ്റുള്ള സമയത്തൊക്കെ പുരുഷന് തല മറക്കുക എന്നത് സുന്നത്തായ ഒരു കാര്യമാണെങ്കിൽ, ഉംറ ആരംഭിച്ചാൽ തല മറക്കുക എന്നത് ഹറാമാണ്, നിഷിദ്ധമാണ്. പിന്നീട് സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ്. സ്ത്രീകൾക്ക് മാത്രം ഉംറ ആരംഭിച്ചാൽ അവസാനിക്കുന്നത് വരെ, ഇനി എപ്പോഴാണ് ഉംറ ആരംഭിക്കുന്നത്, ഉംറ അവസാനിക്കുന്നത്, ഇനി ഞാൻ ഇടയ്ക്ക് വിശദീകരിക്കേണ്ടതില്ല, ആദ്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് പ്രത്യേകം അങ്ങനെ തന്നെ പറയാൻ കാരണം, പല ആളുകളും മക്കയിലെത്തി, നമ്മൾ ഇഹ്റാം ചെയ്ത് നിയ്യത്ത് ചെയ്ത് പോയതാണ്, മക്കയിലെത്തി റൂമിലെത്തി ചിലപ്പോൾ അല്പം വിശ്രമിച്ചിട്ടായിരിക്കും നമ്മൾ തവാഫ് ചെയ്യാൻ പോവുക. അപ്പോൾ അതിനിടയ്ക്ക് എന്തെങ്കിലും ആവശ്യത്തിന് റൂമിൽ ചെന്ന് നോക്കുമ്പോൾ ചില ആളുകൾ റൂമിലെത്തി റെസ്റ്റ് എടുക്കുക എന്നുള്ള ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്നത് കാണും. അപ്പൊ അവരോട് എന്താ, നിങ്ങൾ ഇഹ്റാമിലല്ലേ ഉള്ളത്, നിങ്ങൾ എന്താ ടീഷർട്ടൊക്കെ ഇട്ടിരിക്കുന്നത്, തുന്നപ്പെട്ട വസ്ത്രം ധരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പലരും പറയാറുള്ളത്, അത് ഉംറ ചെയ്യുമ്പോഴല്ലേ, നമ്മളിപ്പോ റൂമിലല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അത് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അറിയാത്തത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ റൂമിലെത്തിയിരിക്കുന്ന സമയത്തും തുന്നപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കരുത്. നമ്മളെ ആ തുണി, തുന്നാത്ത 2 തുണികൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. സ്ത്രീകൾക്ക് ഉംറ ആരംഭിച്ചത് മുതൽ അവസാനിക്കുന്നത് വരെ മുൻകൈയും മുഖവും മറക്കാൻ പാടില്ല. സാധാരണഗതിയിൽ അന്യപുരുഷന്റെ മുന്നിൽ ഒരു സ്ത്രീ പൂർണ്ണമായും ഔറത്താണ്. എന്നാൽ ഉംറയുടെ സമയത്ത് ഈ നിയ്യത്ത് ചെയ്തത് മുതൽ ഇനി മുടി മുറിക്കുന്നത് വരെയുള്ള സമയം മുൻകൈയും മറക്കരുത്, മുഖവും മറക്കരുത്. മുഖം എന്ന് പറയുമ്പോൾ നെറ്റിയിൽ നിന്ന് മുടി മുളക്കുന്ന സ്ഥലം മുതൽ താടിയെല്ലിന്റെ ഈ അടിവരെയാണ്. ഇതിന്റെ അടിയിലേക്ക് ചങ്ഭാഗത്തേക്കൊക്കെ നമ്മളെ പർദ്ദ, നമ്മളെ മക്കനെ ഇറങ്ങി നിന്നിട്ട് ആ ഭാഗങ്ങളൊക്കെ പുറത്ത് കാണിച്ചുകൊണ്ടാണെങ്കിൽ ഔറത്താണ് കാണുന്നത്. അങ്ങനെ തവാഫ് ചെയ്താൽ തവാഫ് സ്വഹിയാകൂല, അപ്പോൾ ഉംറയും സ്വഹിയാകൂല. ഔറത്ത് മറയണം. മുൻകൈയും മുഖവും മാത്രമാണ് മറക്കാൻ പാടില്ലാത്തത്. അവിടെ ഞാൻ ഇപ്പൊ തന്നെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു, ശേഷം ചിലപ്പോൾ മറന്നുപോകുമെന്ന് കരുതിയാണ്. ഔറത്ത് മറക്കൽ നിർബന്ധമാണ്. തവാഫ് ചെയ്യുമ്പോൾ ഔറത്ത് മറഞ്ഞിരിക്കണം, പുരുഷനും സ്ത്രീയും ഒക്കെ. അപ്പോ സ്ത്രീകള് പർദ്ദയുടെ കൈ അതെന്തായിരിക്കണം, മുൻകൈയിന്റെ അവിടെ ഫിറ്റായി നിൽക്കുന്നതാവണം. അല്ലെങ്കിൽ
സ്വാഭാവികമായും നമ്മൾ തവാഫ് ചെയ്യുന്ന സമയത്ത് ഹജറുൽ അസ്വദിന്റെ നേരെ എത്തുമ്പോൾ കൈ ഉയർത്തും. ആ കൈ അങ്ങോട്ട് മേപ്പോട്ട് ഉയർത്തി ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ നമ്മുടെ കൈ മുകളിലേക്കും പർദ്ദയുടെ കൈ താഴേക്കും വരുമ്പോൾ ഈ തണ്ടൻ കൈ ഭാഗം പുറത്തേക്ക് കാണും. ഇങ്ങനെ ഔറത്ത് കാണുന്നു, തവാഫ് സ്വഹിയാവുകയില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഗ്ലൗസ് ഇട്ടുകൊണ്ട് മറക്കണം, അല്ലെങ്കിൽ പർദ്ദയുടെ കൈ ഇവിടെ നിൽക്കുന്ന രീതിയിൽ ഫിറ്റാക്കി നിർമ്മിക്കണം. ചുരുക്കത്തിൽ ഔറത്ത് മറയണം, മുൻകൈയും മുഖവും മറക്കാൻ പാടില്ല. ഇനി പുരുഷനും സ്ത്രീകൾക്കും എല്ലാവർക്കും ഉംറ ആരംഭിച്ചാൽ നിഷിദ്ധമായ കാര്യങ്ങളിൽപ്പെട്ടതാണ് സുഗന്ധം ഉപയോഗിക്കുക. സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. അതേ സമയത്ത് നമ്മൾ ഇഹ്റാം ചെയ്യാൻ വേണ്ടി കുളിച്ചിട്ട് നിയ്യത്ത് ചെയ്യുന്നതിന്റെ മുമ്പ് ശരീരത്തിൽ സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്തുണ്ട്, വസ്ത്രത്തിൽ അല്ല. അതുപോലെ ശരീരത്തിൽ നിന്ന് നഖം, മുടി, രോമങ്ങൾ ഒന്നും പറിക്കാനോ മുറിക്കാനോ നീക്കം ചെയ്യാനോ പാടില്ല. തുടങ്ങിയതിന് ശേഷം പിന്നെ ഇതൊന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ നഖം കടിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, താടി മീശയും കടിക്കുന്നവരുണ്ടാവും, പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എണ്ണ ഉപയോഗിക്കാൻ പാടില്ല. തലയിലും താടിയിലും മുടിയിലൊന്നും എണ്ണ ഉപയോഗിക്കാൻ പാടില്ല. ഉംറ ആരംഭിച്ചതിന് ശേഷം അവസാനിക്കുന്നത് വരെയുള്ള സമയത്തിന്റെ ഉള്ളിൽ ഒരു വിവാഹ അന്വേഷണം നടത്താനോ നിക്കാഹ് നടത്താനോ പാടില്ല. ഭാര്യ ഭർത്താക്കന്മാർ സുഖബന്ധങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. വേട്ടമൃഗങ്ങളെ പിടിക്കുവാനോ വേദനിപ്പിക്കുവാനോ പാടില്ല. ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ഉംറക്ക് ഇഹ്റാം ചെയ്താൽ ഉംറയിൽ നിന്ന് ഒഴിവാകുന്നത് വരെയുള്ള സമയം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഇത് നമ്മിൽ നിന്ന് വന്നു പോകുന്നതിനെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഇഹ്റാം ചെയ്യുകയാണ്, അഥവാ ഉംറയിലേക്ക് പ്രവേശിക്കുന്നു. മീഖാത്തിൽ വെച്ച് നമ്മൾ കുളിച്ച് ഉംറയുടെ നിയ്യത്ത് ചെയ്യാണ്, അതാണ് ഇഹ്റാം. ആ ഇഹ്റാമിന്റെ സുന്നത്തുകളിൽപ്പെട്ട കാര്യങ്ങൾ നമ്മളിവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഇഹ്റാമിന്റെ സുന്നത്തുകൾ: രോമങ്ങളൊക്കെ വൃത്തിയാക്കണം, മീശ വെട്ടണം, കുളിക്കണം. അതുപോലെ തന്നെ കുളിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ സുഗന്ധം ഉപയോഗിക്കണം, ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കണം, ഇഹ്റാമിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിക്കണം, വാഹനത്തിൽ വന്നുകൊണ്ട് നിയ്യത്ത് ചെയ്യണം. ഇനി നമ്മൾ ഉംറയുടെ മറ്റു റുക്നുകളിലേക്ക് കടക്കുകയാണ്. ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തവാഫ് ആരംഭിക്കുന്നത് വരെയുള്ള സമയം ഹാജിക്ക് തൽബിയത്ത് ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. എല്ലാവരും ഒപ്പം ചൊല്ലിയോക്കാണി. നമുക്ക് വളരെ ഭംഗിയായി ആവേശത്തോടെ ആ കഅബ കണ്ടുകൊണ്ട് അടുത്തേക്ക് ഇങ്ങനെ നടന്നു നീങ്ങുമ്പോൾ നമുക്ക് ചൊല്ലണം: ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. അൽഹംദുലില്ലാഹ്. ഉംറക്ക് ഇഹ്റാം ചെയ്ത് തൽബിയത്ത് ചൊല്ലി നമ്മളങ്ങനെ മക്കയിലേക്ക് അടുത്തടുത്തടുത്ത് മക്കയിലേക്ക് ഇങ്ങനെ കഅബയിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുക. ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഉംറയുടെ 2ാമത്തെ റുക്നാണ് തവാഫ് ചെയ്യുക. എന്താണ് തവാഫ്? കഅബയെ ചുറ്റുന്നതിനാണ് തവാഫ് എന്ന് പറയുന്നത്. കഅബയെ ചുറ്റുന്നതിനാണ് തവാഫ് എന്ന് പറയുന്നത്. 7 വട്ടം കഅബയെ ചുറ്റുമ്പോഴാണ് ഒരു തവാഫ് പൂർത്തിയാകുന്നത്. 7 വട്ടം കഅബയെ ചുറ്റുമ്പോഴാണ് ഒരു തവാഫ് പൂർത്തിയാകുന്നത്. അപ്പൊ നമ്മൾ തവാഫിന് വേണ്ടി പരിശുദ്ധ കഅബയുടെ അരികിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ, റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ എല്ലാവരും കൂടെ കൂട്ടമായി ഇങ്ങനെ നടന്നു പോവാണ്. തൽബിയത്തും ചൊല്ലി ഇങ്ങനെ പോകുമ്പോൾ എല്ലാവരും വലിയ ആകാംക്ഷയോടുകൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? പരിശുദ്ധമായ കഅബ ഷരീഫ് കാണുന്നുണ്ടോ എന്ന് നോക്കുകയാണ്, അല്ലേ? എല്ലാവരും പ്രതീക്ഷയോടുകൂടെ നോക്കുകയാണ്, കഅബ കാണുന്നുണ്ടോ? ഓരോ തൂണിന്റെ ഇടയിലൂടെ, ആ മറയുടെ ഇടയിലൂടെ, മതിലിന്റെ ഇടയിലൂടെ നമ്മൾ ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ നോക്കി 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 നമ്മൾ എത്തി ആദ്യമായി നമ്മളെ കണ്ണുകളെ കൊണ്ട് പരിശുദ്ധ കഅബാലയം കാണുമ്പോൾ അത് ദുആക്ക് ഉത്തരമുള്ള സമയമാണ്. ആ സമയത്ത് നമ്മൾ പ്രത്യേകമായി അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ ദുആയെ സ്വീകരിക്കുന്ന സമയമാണ്.
പണ്ഡിതന്മാർ പറയുന്നത് കാണാം, ആ സമയത്ത് അല്ലാഹുവേ എൻ്റെ എല്ലാ പ്രാർത്ഥനകളും എൻ്റെ എല്ലാ ഇബാദത്തുകളും നീ സ്വീകരിക്കണേ അല്ലാ എന്നങ്ങോട്ട് ദുആ ചെയ്തിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നിന്റെ കൂടെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ എന്താ ഉണ്ടാവുക? ആദ്യത്തെ ആ ദുആയി അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അതിൽ പെട്ട് കിട്ടി. അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. മഖബൂലും മബ്റൂറുമായ നിലയ്ക്ക് ഉംറ നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ നമ്മൾ തവാഫ് ആരംഭിക്കണം. തവാഫ് ആരംഭിക്കാൻ വേണ്ടി കഅബന്റെ അടുത്തേക്ക് ഇങ്ങനെ ചെന്ന്, പള്ളിയുടെ ഉള്ളിലൂടെ ചെന്ന് കഅബന്റെ അരികിലേക്ക്, ആ മത്താഫിലേക്ക് നമ്മൾ, ആ മേൽക്കൂരയില്ലാത്ത ആ മുറ്റത്തിലേക്ക് നമ്മൾ ഇറങ്ങി. ഇനി നമ്മൾ തവാഫ് ആരംഭിക്കുന്നു. എവിടെ നിന്നാണ് തവാഫ് ചെയ്യൽ തുടങ്ങേണ്ടത്? പരിശുദ്ധമായ കഅബക്ക് 4 മൂലകളുണ്ട്. അതിൽ നിന്ന് എവിടെ നിന്നാണ് നമ്മൾ ആരംഭിക്കേണ്ടത്? ഹജറുൽ അസ്വദ് എന്ന കല്ല് വെച്ചിട്ടുള്ള മൂലയിൽ നിന്നാണ് തവാഫ് ആരംഭിക്കേണ്ടത്. അപ്പൊ നമ്മൾ അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് നോക്കുമ്പോൾ എവിടെയാണ് ഹജറുൽ അസ്വദ് ഉള്ളത് എന്ന് നോക്കിയാൽ ഇങ്ങനെ കാണൂല, കാരണം നിറയെ ആളുകളാണ്. അപ്പൊ അത് മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി പള്ളിയുടെ ഭാഗത്തേക്ക് മുകളിലേക്ക് ഇങ്ങനെ നോക്കുക. അപ്പോൾ ഇങ്ങനെ നീളത്തിൽ പച്ച ലൈറ്റ് വെച്ചത് കാണും. ആ പച്ച ലൈറ്റ് കണ്ടാൽ ആ ലൈറ്റ് മുതൽ കഅബന്റെ മൂലയിലേക്ക് ഇങ്ങനെ പരിശോധിക്കാം. ആ മൂലയിലാണ് ഹജറുൽ അസ്വദ് ഉള്ളത്. അപ്പൊ കഅബയുടെ ആ മൂലയ്ക്ക് നേരെ, ഈ പച്ച ലൈറ്റിന്റെ നേരെ നമ്മൾ എത്തുമ്പോൾ നമ്മൾ തവാഫ് ആരംഭിക്കുന്നു. തവാഫ് ആരംഭിക്കുന്ന സമയത്ത് നിയ്യത്ത് ചെയ്യണം. ഉംറയ്ക്കിടയിലുള്ള തവാഫിന് നിയ്യത്ത് ചെയ്യൽ സുന്നത്താണ്, നിർബന്ധമില്ല. എന്നാൽ എല്ലാ തവാഫും നിയ്യത്ത് സുന്നത്തായത് അല്ല. ഒറ്റവാക്കിൽ പറഞ്ഞാൽ തവാഫ് കഴിഞ്ഞതിന് ശേഷം സഅയ് ഉണ്ട്, അങ്ങനെയുള്ള തവാഫാണ് നിർവഹിക്കുന്നത് എങ്കിൽ ആ തവാഫിൽ നിയ്യത്ത്, തവാഫ് ഉംറയ്ക്കിടയിലുള്ള തവാഫാണെങ്കിൽ, അതുപോലെ തന്നെ ഹജ്ജിനിടയിലുള്ള തവാഫാണെങ്കിൽ അവിടെ നിയ്യത്ത് സുന്നത്താണ്. അതേ സമയത്ത് പള്ളിയിലേക്ക് കയറി ചെന്നാൽ അവിടെ തഹിയ്യത്തിന്റെ തവാഫുണ്ട്, ആ തവാഫ് ചെയ്യാൻ ഒരാള്, അപ്പോൾ അവിടെ നിയ്യത്ത് നിർബന്ധമാണ്. എന്ത് വേണം? ഞാൻ തഹിയ്യത്തിന്റെ തവാഫ് ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്യണം. ഇനി ഒരാള് ഉംറയൊക്കെ കഴിഞ്ഞു, മക്കയിൽ നമ്മൾ താമസിക്കുന്ന ദിവസങ്ങളും കഴിഞ്ഞു മദീനയിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ വിദാഇന്റെ തവാഫ് ചെയ്യണം, വിടവാങ്ങൽ തവാഫ്, അത് നിർബന്ധമാണ്. ആ വിടവാങ്ങൽ തവാഫ് നിർവഹിക്കുമ്പോൾ തുടക്കത്തിൽ നിയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ്, നിയ്യത്തുണ്ടായിരിക്കണം. ചുരുക്കത്തിൽ ഉംറന്റെ ഇടയിൽ, ഹജ്ജിന്റെ ഇടയിൽ നിർവഹിക്കുന്ന തവാഫ് അതിന് നിയ്യത്ത് സുന്നത്താണ്, നിർബന്ധമില്ല. തവാഫ് സ്വഹീഹാകണമെങ്കിൽ നമ്മൾ ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയായിരിക്കണം. അഥവാ തവാഫ് ചെയ്യുന്ന സമയത്ത് വുളൂ ഉണ്ടായിരിക്കണം. വുളൂ ഇല്ലാതെ തവാഫ് ചെയ്താൽ തവാഫ് സ്വഹീഹാകുകയില്ല. അപ്പോൾ എങ്ങനെ നമുക്ക് വുളൂ മുറിയാതെ സൂക്ഷിച്ചുകൊണ്ട് തവാഫ് ചെയ്യാൻ പറ്റും? അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. പലരും ചോദിക്കും, അവിടെ പുരുഷനും സ്ത്രീയും എല്ലാവരും സമ്മിശ്രമായി കൊണ്ട് തവാഫ് ചെയ്യുമ്പോൾ എങ്ങനെ വുളൂ മുറിയാതെ ചെയ്യാം? കാരണം നമ്മളെ പഠിച്ചു വച്ചിട്ടുള്ളത്, മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഷാഫി മദ്ഹബ് അനുസരിച്ചുള്ളത്, അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ തട്ടിയാൽ വുളൂ മുറിയും എന്നാണല്ലോ. അപ്പോൾ വുളൂ മുറിയാതെ എങ്ങനെ തവാഫ് ചെയ്യാൻ കഴിയും? അതിന് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തന്നെ പഠിപ്പിക്കുന്ന വളരെ ബലപ്പെട്ടിട്ടുള്ള രണ്ടാമത്തെ ഒരു അഭിപ്രായമുണ്ട്. തൊട്ടവന്റെ വുളൂ ആണ് മുറിയുക, തൊടപ്പെട്ടവരുടെ വുളൂ മുറിയുകയില്ല. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഒരു സ്ത്രീ അന്യപുരുഷന്റെ ശരീരത്തിൽ തൊടാതെ, ഒരു സ്ത്രീ അന്യപുരുഷന്റെ ശരീരത്തിലും തട്ടാതെ ശ്രദ്ധിച്ച് തവാഫ് ചെയ്യുക. അങ്ങനെ ഇങ്ങോട്ട് തട്ടിയത് നമ്മൾ പ്രശ്നമാക്കണ്ട, അങ്ങോട്ട് തട്ടാതിരുന്നാൽ നമ്മുടെ വുളൂ മുറിയുകയില്ല. ഇനി
അങ്ങനെ ശ്രദ്ധിച്ചു പോയിട്ടും നമ്മുടെ ഒളു അങ്ങനെ തട്ടി മുറിയുകയാണ് എങ്കിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ്, നമ്മൾ തവാഫിന് വേണ്ടി ഒരുങ്ങി പോകുമ്പോൾ തന്നെ ഒളു എടുക്കുമ്പോൾ നമ്മൾ ഹനഫി മദ്ഹബ് അനുസരിച്ചും കൂടി ശരിയാകുന്ന രീതിയിൽ ഒളു ചെയ്യുക. അഥവാ ഒളു ചെയ്യുമ്പോൾ സുന്നത്തുകളൊക്കെ പാലിക്കുക. പ്രത്യേകിച്ച് തല നമ്മൾ മുഴുവനായിട്ടൊന്ന് തടവുക. അങ്ങനെ ഹനഫി മദ്ഹബിനെ തഖ്ലീദ് ചെയ്തുകൊണ്ട് നമ്മൾ ഒളു എടുക്കുക. എന്നിട്ട് ഷാഫി മദ്ഹബ് അനുസരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ തവാഫ് ചെയ്യുന്നത്. ഞാൻ അങ്ങോട്ട് തട്ടാതെ ശ്രദ്ധിക്കുക, ഇങ്ങോട്ട് തട്ടിയത് പ്രശ്നമാക്കണ്ട. തിരക്കിന്റെ ഇടയിൽ നമ്മൾ തന്നെ അങ്ങോട്ട് തട്ടിയൊന്നു ഉറിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഹനഫി മദ്ഹബ് അനുസരിച്ച് ബാക്കിയുള്ളത് ചെയ്യുന്നു, തവാഫ് ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് ബാക്കി പൂർത്തിയാക്കാവുന്നതാണ്. ചുരുക്കത്തിൽ ഒളൂഓട് കൂടെയായിരിക്കണം തവാഫ് ചെയ്യേണ്ടത്. ഒളൂ ഇല്ലാതെ തവാഫ് ചെയ്താൽ തവാഫ് സ്വഹിയാവുകയില്ല, അപ്പോൾ ഉംറയും സ്വഹിയാവുകയില്ല. അതുപോലെ തന്നെ തവാഫ് ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞു ഹജറുൽ അസ്വദ് വെച്ചിട്ടുള്ള മൂലയിൽ നിന്ന് ആരംഭിക്കണം. മറ്റൊന്ന് കഅബയെ 7 വട്ടം ചുറ്റണം. അപ്പോഴാണ് ഒരു തവാഫ് പൂർത്തിയാകുന്നത്. മറ്റൊന്ന് കഅബയെ ഇടതുവശത്താക്കിക്കൊണ്ട് തവാഫ് ചെയ്യണം. നമ്മൾ കറങ്ങി നടക്കുന്ന ചുറ്റുന്ന എല്ലാ സമയത്തും ഇടതുഭാഗം കഅബയിലേക്ക് നേരിട്ടുകൊണ്ട് ആയിരിക്കണം. നിസ്കരിക്കുമ്പോൾ നമ്മുടെ മുൻഭാഗം കഅബയിലേക്ക് ആവൽ നിർബന്ധമാണല്ലോ. അത് തെറ്റിയാൽ നിസ്കാരം സ്വഹിയാവുകയില്ല. എന്നാൽ അതുപോലെ തന്നെ തവാഫ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇടതുഭാഗം കഅബയിലേക്ക് നേരിട്ട് കൊണ്ടായിരിക്കണം. അത് തെറ്റിപ്പോകുന്ന ഒരവസരം, ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കരുത്. അപ്പൊ നമ്മൾ എത്ര തിരക്കിൽപ്പെട്ടു പോയാലും ഇടതുഭാഗം കഅബയിലായിക്കൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്ന ഒരവസ്ഥയായിരിക്കണം. തിരിഞ്ഞു മറിഞ്ഞു പോയി ഇടതുഭാഗം കഅബയിൽ നിന്ന് തെറ്റിപ്പോയിക്കൊണ്ട് ഒരല്പമെങ്കിലും നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ തവാഫ് സ്വഹിയാവുകയില്ല. അത് വീണ്ടെടുക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ തവാഫ് ചെയ്യുന്നത് മസ്ജിദുൽ ഹറാമിലൂടെ ആയിരിക്കണം. കഅബന്റെ തൊട്ടടുത്ത് ഒരു വലിയ ഒഴിഞ്ഞ മുറ്റമുണ്ട്, അത് മസ്ജിദുൽ ഹറാമാണ്. അതിനോട് ചുറ്റും നിൽക്കുന്ന പള്ളി ബിൽഡിംഗ് ആയി നിൽക്കുന്നത് അതിൻ്റെ ഉള്ളിലൂടെയും പറ്റും. അതിലും പുറത്തേക്ക് കടന്നുകൊണ്ട് അതിൻ്റെയും പുറത്തു കൂടെ ഒരാൾ തവാഫ് ചെയ്താൽ അത് സ്വഹിയാകൂല. പള്ളിയിലൂടെ ആയിരിക്കണം തവാഫ് ചെയ്യുന്നത്. ഇനി ഈ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൂർണ്ണമായും കഅബയുടെ പുറത്തുകൂടെയും ആയിരിക്കണം. പള്ളിന്റെ ഉള്ളിലാകണം, കഅബന്റെ പുറത്തുകൂടെയും ആയിരിക്കണം. നമ്മുടെ ചെറിയ ഒരു ഭാഗമെങ്കിലും കഅബന്റെ ഉള്ളിലേക്കായി പോയാൽ തവാഫ് സ്വഹിയാവുകയില്ല. ഉദാഹരണത്തിന് ഒരാൾ കഅബന്റെ ചുമരിൽ കൈ വെച്ചുകൊണ്ട് ഇങ്ങനെ നടന്ന് തവാഫ് ചെയ്താൽ അയാളെ തവാഫ് സ്വഹിയാവുകയില്ല. എന്തുകൊണ്ട്? അയാൾ കഅബയിൽ വെച്ച ആ കൈ കഅബയിലാണ്. കാരണം കഅബന്റെ അടിഭാഗത്ത് ഒരു തറയുണ്ട്, ഷാദർവാൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മുടെ വീടിനൊക്കെ തറ ഉള്ളതുപോലെ അതല്പം ചുമരിൽ നിന്ന് തെറിച്ചു നിൽക്കുന്നു. അതാണ് കഅബയുടെ അതിര്. ആ കറക്റ്റ് അതിന് മുകളിലേക്ക് ഒരു നൂല് പിടിച്ചാൽ നമ്മൾ കൈ കഅബയിൽ വെക്കുമ്പോൾ നമ്മളെ കൈ ആ നൂലിന്റെ ഉള്ളിലാണ്, അഥവാ കഅബയിലാണ്. അപ്പൊ കൈ കഅബന്റെ ഉള്ളിലും നമ്മൾ പുറത്തുമായി തവാഫ് ചെയ്താൽ ഒരല്പസമയമാണെങ്കിലും തവാഫ് സ്വഹിയാവുകയില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, കഅബയുടെ ഒരു ഭാഗത്ത് ഒരു റാ എന്ന് വരച്ചതുപോലെ ഒരു അർദ്ധവൃത്താകൃതിയിലുള്ള ഒരു ചുമരുണ്ട്, ഒരു വെള്ള ചുമര്. അതിന്റെ പേരാണ് ഹിജ്ർ ഇസ്മായിൽ. ആ ഹിജ്ർ ഇസ്മായിലും അതിന്റെ ഉള്ളിലുള്ള ഭാഗങ്ങളും കഅബയിൽപ്പെട്ടതാണ്. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് കയറാൻ ഇവിടെ ഡോറുണ്ട്, അതിലൂടെ കടന്ന് അതിന്റെ അപ്പുറത്തു കൂടെ ഇറങ്ങിയിട്ട് ഒരാൾ ഇങ്ങനെ തവാഫ് ചെയ്താൽ കഅബന്റെ ഉള്ളിലൂടെയാണ് കയറി ഇറങ്ങി തവാഫ് ചെയ്യുന്നത്, തവാഫ് സ്വഹിയാകൂല. ആ ഹിജ്ർ ഇസ്മായിലാകുന്ന ചുമരിന്റെ മുകളിൽ കൈ വെച്ചുകൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ട് തവാഫ് ചെയ്താൽ അതിന്റെ മുകളിലേക്ക് വെച്ച കൈ കഅബയിലാണ്, ബാക്കി ഭാഗങ്ങൾ പുറത്തും. ആ തവാഫും സ്വഹിയാവുകയില്ല. ചുരുക്കത്തിൽ തവാഫ് ചെയ്യുന്നത് പൂർണ്ണമായും കഅബയുടെ പുറത്തു കൂടെ തന്നെയായിരിക്കണം. അപ്പൊ തവാഫ് ചെയ്യുന്നതിന്റെ ഇടയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ, ഇടതുഭാഗം കഅബയിൽ നിന്ന് തെറ്റിപ്പോകാതെ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ കഅബയെ തവാഫ് ചെയ്യുക.
നമ്മൾ തവാഫിന് വേണ്ടിയുള്ള ആ നടത്തത്തിന്റെ സമയത്ത് തവാഫല്ലാത്ത മറ്റൊന്നും ഉദ്ദേശിക്കാതിരിക്കുക അത് നിർബന്ധമാണ്. നമ്മൾ നടത്തത്തിന്റെ ഇടയിൽ പരിചയക്കാരനായ ഒരാൾ കുറച്ച് മുന്നിലുണ്ട്, അയാളൊന്ന് പരിചയപ്പെടാൻ, ഒന്ന് പുതുക്കാൻ, മുന്നോട്ട് പോകാൻ ഉദ്ദേശത്തിൽ പോയാൽ ആ നടന്നത് നമ്മൾ തവാഫിൽ കൂട്ടുകയില്ല. ചുരുക്കത്തിൽ തവാഫിലുള്ള നടത്തം കൊണ്ട് തവാഫ് മാത്രമേ ഉദ്ദേശിക്കാൻ പാടുള്ളൂ. ഇങ്ങനെയാണ് തവാഫ് നിർവഹിക്കേണ്ടത്. ഇനി തവാഫ് ചെയ്യുന്ന സമയത്ത് ഏത് ദിക്റാണ് ഞാൻ ചൊല്ലേണ്ടത്? തവാഫ് ചെയ്യുമ്പോൾ ഞാൻ ഏത് സ്വലാത്താണ് ചൊല്ലേണ്ടത്, ഏത് ദുആയാണ് ചെയ്യേണ്ടത് എന്ന് പലരും ചോദിക്കാറുണ്ട്. ഉംറയെ സംബന്ധിച്ചിടത്തോളം ഉംറ തുടങ്ങിയിട്ട് അവസാനിക്കുന്നതിന്റെ മുമ്പ് ഉംറ സ്വഹിയാകാൻ വേണ്ടി നിങ്ങൾ ഇന്ന ദിക്ർ ചൊല്ലണം, ഇന്ന ഖുർആൻ ഓതണം, അങ്ങനെ നിർബന്ധമായ ഒന്നുമില്ല. ഒരാൾ തവാഫ് അങ്ങോട്ട് തുടങ്ങുമ്പോൾ ചുണ്ടാട് കൂട്ടി വെച്ചു, വലിയ തമാശക്കാരനാണ്. അപ്പോൾ കാബന്റെ അടുത്തുനിന്ന് ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാലോ, തമാശ പറഞ്ഞ് എല്ലാവരും ചിരിച്ചാലോ എന്ന് കരുതി ഇയാൾ ചുണ്ട് കൂട്ടി വെച്ചു. 7 ചുറ്റും പൂർത്തിയായതിനു ശേഷം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് അയാൾ ചുണ്ട് തുറന്നു, ഒന്നും ചൊല്ലിയില്ല. എന്നാലും അയാളുടെ തവാഫ് സ്വഹിയാകും. പക്ഷേ അള്ളാഹുവിനോട് ചോദിക്കേണ്ടിയിരുന്ന വളരെ പ്രധാനപ്പെട്ട സമയങ്ങളാണ് അയാൾ നഷ്ടപ്പെടുത്തിയത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് ചൊല്ലേണ്ട പ്രധാനപ്പെട്ട ദിക്റുകൾ മഹാന്മാരായ പണ്ഡിതന്മാർ ക്രോഡീകരിച്ച് തന്നിട്ടുണ്ട്. 1-ാമത്തെ ചുറ്റിൽ ഇത് ചൊല്ലുക, 2-ൽ ഇത് ചൊല്ലുക. അത് നമ്മളെ ഏഡിൽ, നമ്മുടെ ഉംറയുടെ ഗൈഡിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ നോക്കി പഠിക്കുക. ആ ഏട് കയ്യിൽ പിടിച്ചുകൊണ്ടും നമുക്ക് തവാഫിന്റെ ഇടയിൽ അത് ചൊല്ലുകയും ചെയ്യാം. അപ്പോൾ ഇന്നത് ചെല്ലണം എന്ന് നിർബന്ധം ഇല്ല. ആരും അതിൻ്റെ പേരിൽ അത് ചെല്ലാൻ അറിയില്ലല്ലോ എന്ന് കരുതി ആരും വിഷമിക്കേണ്ടതില്ല. ഇനി ആ തവാഫ് ചെയ്യുന്ന സമയത്ത് റംല് നടത്തുക, അഥവാ ആദ്യത്തെ 3 ചുറ്റലിൽ പുരുഷന്മാർക്ക് തവാഫ് ചെയ്യുമ്പോൾ ചെറിയ ഒരു ചാട്ടത്തോടു കൂടെയുള്ള ഒരു നടത്തം അത് സുന്നത്താണ്. പുരുഷന്മാർക്ക്, സ്ത്രീകൾക്കില്ല. എല്ലാ തവാഫിലും അത് സുന്നത്തില്ല. ശേഷം സഅയ് വരുന്ന തവാഫുകളിൽ റംല് നടത്തം സുന്നത്തുണ്ട്. ഇനി തവാഫ് നമ്മൾ അവസാനമായി ആ ഹജറുൽ അസ്വദിന്റെ നേർക്ക് നേരെ 7-ാമത്തെ ചുറ്റെത്തി നമ്മളെ തവാഫ് കഴിഞ്ഞു. തവാഫ് കഴിഞ്ഞാൽ നമുക്ക് തവാഫിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. അല്പം അങ്ങോട്ട് മാറി നിന്നിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിക്കുക. എന്നിട്ട് നന്നായി ദുആ ചെയ്യുക. പിന്നെ തവാഫ് കഴിഞ്ഞ് 2 റക്അത്ത് നിസ്കാരവും കഴിഞ്ഞ് ഇനി നമ്മൾ സഅയ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ തവാഫ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംസം വെള്ളം കുടിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. എപ്പോഴും കുടിക്കൽ മഹത്വമുള്ളതാണ്. വലിയ മഹത്വമുള്ള വെള്ളമാണ് സംസം വെള്ളം. അപ്പോൾ ആ സംസം വെള്ളം കുടിക്കുമ്പോൾ ആ മഹത്വത്തെ സൂക്ഷിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മൾ കുടിക്കുന്നത്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു, മാഉ സംസം ലിമാ ശുരിബ. നിങ്ങൾ എന്തിനു വേണ്ടിയാണോ സംസം വെള്ളം കുടിച്ചത് അതിനു വേണ്ടിയുള്ളതാണ് സംസം വെള്ളം. അപ്പൊ നമ്മൾ എന്ത് ഉദ്ദേശം വെച്ച് കുടിച്ചാലും ആ ഉദ്ദേശം നമുക്ക് നേടാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരെ രോഗങ്ങൾ മാത്രമാണ്, രോഗം മാറും. എന്നാൽ മഹാന്മാരുടെ ചരിത്രത്തിലൊക്കെ നോക്കിയാൽ എനിക്ക് ഈമാൻ കൂടാൻ വേണ്ടി ഞാൻ സംസം വെള്ളം കുടിക്കുന്നു, ഞാൻ ഖുർആൻ ഹാഫിള് ആകാൻ വേണ്ടി സംസം വെള്ളം കുടിക്കുന്നു, ഇബ്ലീസിന്റെ ഷർറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ സംസം വെള്ളം കുടിക്കുന്നു, ഇങ്ങനെ നിയ്യത്ത് വെച്ചുകൊണ്ടൊക്കെ കുടിച്ച മഹാന്മാരെ കാണാം. നമ്മളൊക്കെ ഒരു നല്ല കാര്യം ചെയ്യാൻ നിന്നാൽ അപ്പോൾ ഉറക്കം നിൽക്കുകയാണ്. ഖുർആൻ എടുത്താൽ ഉറങ്ങിപ്പോവുക, സ്വലാത്ത് ചെല്ലാൻ ഇരുന്നാൽ ക്ഷീണ, നിസ്കരിക്കാൻ നിന്നാൽ ധൃതിയാണ്. എന്നാൽ മൊബൈൽ എടുത്തിട്ട് എന്തെങ്കിലും ആവശ്യമില്ലാത്ത വീഡിയോസ് കണ്ടിരുന്നാലോ മണിക്കൂറുകൾ ഇങ്ങനെ ഇരിക്കും. പിന്നെ ആരെങ്കിലും വന്ന് വിളിച്ചാലേ 4 മണിക്കൂർ കഴിഞ്ഞോ, പോയതറിഞ്ഞിട്ടില്ല, ഉറക്കം വരുന്നില്ല, ക്ഷീണമില്ല. അപ്പൊ എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വന്നിട്ട് നമ്മൾ ആ നല്ലതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ്. അപ്പൊ ആ ഇബ്ലീസിന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ട് നല്ല കാര്യങ്ങൾക്ക് എൻ്റെ ശരീരം ഒന്ന് വൈപ്പെട്ട് കിട്ടണം എന്ന നല്ല നിയ്യത്തോടുകൂടെ സംസം വെള്ളം കുടിക്കുക, പരിഹാരം ഉണ്ടാകും. അല്ലാഹു തആല ശപിക്കപ്പെട്ട ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവന്റെ ഷർറിൽ നിന്ന് നമ്മയും മക്കളെയും കുടുംബങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ.
നമ്മളെ ഈമാൻ പോലും നഷ്ടപ്പെട്ടു പോകും അവൻ്റെ കടിയിൽപ്പെട്ടു പോയാൽ. അല്ലാഹു കാക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, ആ സംസം വെള്ളം അതിന്റെ ബഹുമാനത്തോടു കൂടെ കുടിച്ച്, എന്താണ് സംസം വെള്ളം എല്ലാവർക്കും അറിയാം, അത് നമ്മളെ യാത്രക്കടയിലൊക്കെ വിശദീകരിക്കുകയും ചെയ്യും. അപ്പോൾ അതിപ്പോൾ വിശദീകരിക്കേണ്ടതില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാജറ ബീബി റളിയല്ലാഹു അൻഹയെയും അവിടുത്തെ ചെറിയ കുഞ്ഞ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഒറ്റക്കാക്കിയിട്ട് കഅബയുടെ അടുത്താക്കിയിട്ട് അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം അവിടെയാക്കി പോയി. വെള്ളവും ഭക്ഷണമൊക്കെ അവസാനിച്ച്, വെള്ളം കുടിക്കാത്തത് കൊണ്ട് കുട്ടിക്ക് മുലയൂട്ടാൻ പാലില്ല, കുട്ടി കരയാൻ തുടങ്ങി. അപ്പോൾ വെള്ളം അന്വേഷിച്ചുകൊണ്ട് ഹാജറ ബീബി റളിയല്ലാഹു അൻഹ സഫ എന്ന കുന്നിന്റെ മുകളിലേക്ക് ഓടിക്കയറി 4 ഭാഗം നോക്കി, ഇറങ്ങി മറുവയിലേക്ക് ഓടിക്കയറി 4 ഭാഗം നോക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. ആ ഓടുന്ന സമയത്ത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കിടക്കുന്ന സ്ഥലത്ത് കാലിട്ട് അടിച്ചുകൊണ്ട് ഇങ്ങനെ കരയാണ്. കുട്ടികൾ കരയുമ്പോൾ കാലിങ്ങനെ അടിക്കും. ആ കാലടിക്കുന്ന സ്ഥലത്ത് നിന്ന് വെള്ളം അങ്ങോട്ട് പൊങ്ങി വന്നു. വെള്ളം പൊങ്ങി പൊങ്ങി പൊങ്ങിയിട്ട് വന്നപ്പോ ഇതൊരു വെള്ളപ്പൊക്കമാകുമോ എന്ന് പേടിച്ചുകൊണ്ട് ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ഓടിച്ചെന്ന് സം 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 അടങ്ങ് അടങ്ങ് എന്ന് പറഞ്ഞു. അതാണ് സംസം വെള്ളം. ഇന്ന് വരെ പിന്നെ അത് വച്ചിട്ടില്ല. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്നിട്ട് അത് കുടിക്കുന്നു, കൊണ്ടുപോകുന്നു. മക്കയിലും മദീനയിലും 2 പള്ളിയിലും വെച്ച് അതേ ഇഷ്ടം കുടിക്കുന്നു. വളരെ മഹത്വമായ വെള്ളമാണ്. എത്രത്തോളം നാളെ ആഖിറത്തിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മുക്കിക്കൊടുക്കുന്ന ഹൗദുൽ കൗസറാകുന്ന വെള്ളം, അല്ലാഹുവേ അത് കുടിക്കാൻ ഞങ്ങൾക്ക് ഈ ഭാഗ്യം തരണേ അല്ലാഹ്. ആ ഹൗദുൽ കൗസറാകുന്ന വെള്ളത്തിനാണോ, ഈ സംസം വെള്ളത്തിനാണോ ഏറ്റവും വലിയ മഹത്വമുള്ളത്, പുണ്യമുള്ളത്? മഹാന്മാര് കിതാബുകളിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഏതായാലും അതുല്യമായ വെള്ളമെന്ന് വന്നില്ലേ, അത്രയും പവറുള്ള വെള്ളമാണ് സംസം വെള്ളം. അപ്പൊ അതിന്റെ ബഹുമാനത്തോടു കൂടെ ആയിരിക്കണം അത് കുടിക്കുന്നത്. ചിലരൊക്കെ പറയാറുണ്ട് സംസം വെള്ളം കുടിക്കുമ്പോൾ നിന്നിട്ടാ കുടിക്കേണ്ടത്. അല്ല, സംസം വെള്ളം കുടിക്കേണ്ടത് എന്നല്ല, ഏത് വെള്ളം കുടിക്കുമ്പോഴും ഇരുന്നിട്ട് ബിസ്മി ചൊല്ലിയാണ് കുടിക്കേണ്ടത്. ഇരുന്നിട്ട് തന്നെ കുടിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ കുടിക്കണം. അൽഹംദുലില്ലാഹ്. അങ്ങനെ ആ സംസം വെള്ളം കുടിച്ച് ഇനി നമ്മൾ സഈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഉംറയുടെ റുക്നുകൾ, 1 ഇഹ്റാം ചെയ്യുക അഥവാ നിയ്യത്ത് ചെയ്യുക, അത് കഴിഞ്ഞു. പിന്നെ 2ാമത്തത് തവാഫ് ചെയ്യുക, അത് കഴിഞ്ഞു. ഇനി 3ാമത്തത് സഈ ചെയ്യുക. എന്താണ് സഈ? സഫ എന്ന കുന്നിന്റെയും മറുവ എന്ന കുന്നിന്റെയും ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഇതിനാണ് സഈ എന്ന് പറയുന്നത്. ആ സഈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ നടന്നു ചെന്ന് നേരെ നമ്മൾ നടന്നെത്തുന്നത് സഫയിലേക്കാണ്. സഫയിൽ നിന്നാണ് നമ്മൾ സഈ ആരംഭിക്കുക. സഈന്റെ നിബന്ധനകൾ എന്തൊക്കെയാണ്? സഈ ചെയ്യാൻ തുടങ്ങുന്നത് സഫയിൽ നിന്നായിരിക്കണം. അപ്പൊ ഒരാള് മറുവന്റെ ഭാഗത്ത് കൂടെ ഇങ്ങനെ വന്നു, എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പോന്നാല്, എന്നിട്ട് ഈ സഫയിലേക്ക് എത്തി. എന്നാൽ ആ മറുവയിൽ നിന്ന് സഫയിലേക്ക് നടന്ന ആദ്യത്തെ നടത്തം കൂട്ടൂല. ഇനി സഫയിൽ നിന്നാണ് ആരംഭിക്കുന്നത്, അവിടെ നിന്ന് അങ്ങോട്ട് മറുവയിലേക്ക് പോകണം. സഫയിൽ നിന്ന് തുടങ്ങി മറുവയിലേക്ക് എത്തിയാൽ 1 മറുവയിൽ നിന്ന് തിരിച്ച് സഫയിലേക്ക് തന്നെ എത്തിയാൽ 2 സഫയിൽ നിന്ന് വീണ്ടും മറുവയിലേക്ക് എത്തിയാൽ 3 ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് 7ാമത്തത് മറുവയിൽ പോയി അവസാനിക്കും. മുമ്പൊരാള് ഉംറ കഴിഞ്ഞു വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ തവാഫ് എളുപ്പം കഴിഞ്ഞു, സഈ അങ്ങോട്ട് ചെയ്തിട്ട് തീർന്നില്ല. അപ്പൊ എങ്ങനെയപ്പോ സഈ ചെയ്തു ചോദിച്ചു. അപ്പൊ സഫയിൽ നിന്ന് തുടങ്ങി മറുവയിലേക്ക് എത്തി, അവിടെ നിന്നും ഇങ്ങനെ തിരിച്ച് സഫയിലേക്ക് എത്തിയപ്പോഴാണ് 1 എന്ന് കണക്ക് കൂട്ടിയത്. അപ്പൊ ഇരട്ടിയായി. അങ്ങനല്ല, സഫയിൽ നിന്ന് തുടങ്ങി മറുവയിലേക്ക് എത്തിയാൽ തന്നെ 1, മറുവയിൽ നിന്ന് സഫയിലേക്ക് എത്തിയാൽ 2. ഇങ്ങനെയാണ് സഈന്റെ എണ്ണം പിടിക്കേണ്ടത്. അപ്പോ സഫയിൽ നിന്ന് ആരംഭിക്കുക. അതുപോലെ തന്നെ സഫയുടെയും മറുവയുടെയും ഇടയിലുള്ള സ്ഥലം മുഴുവനായിട്ടും നടക്കുക. ഒരാൾ സഫയിൽ നിന്ന് അങ്ങനെ തുടങ്ങി മറുവയ്ക്ക് എത്താനാണ് മുമ്പ് കിട്ടാൻ തിരിച്ചു കേടുതാണ്, എന്നാൽ അത് കൂട്ടൂല. പൂർണ്ണമായും സഫ മുതൽ മറുവ വരെ നടത്തം ഉണ്ടായിരിക്കണം.
അതുപോലെ 7 പ്രാവശ്യം ആകുക. നമ്മളിപ്പോ എണ്ണം പറഞ്ഞല്ലോ, സഫീന്ന് തുടങ്ങി മറവിയിലെത്തുമ്പോൾ 1, മറവിന്ന് സഫയിലേക്ക് 2, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും 7 പ്രാവശ്യം നടത്തമുണ്ടാകണം. പിന്നൊരു നിബന്ധനയുള്ളത്, സഅയ് സ്വഹീഹാകണമെങ്കിൽ സ്വഹീഹായ ത്വവാഫിന്റെ ശേഷം ആയിരിക്കണം. അപ്പൊ ത്വവാഫ് സ്വഹീഹായിട്ടില്ലെങ്കിൽ, ത്വവാഫ് പൂർണ്ണമായിട്ടില്ലെങ്കിൽ ത്വവാഫ് ബാക്കി വെച്ചുകൊണ്ട് സഅയ് ചെയ്യാൻ പറ്റൂല. സ്വഹീഹായ ത്വവാഫ് കഴിഞ്ഞതിന് ശേഷമായിരിക്കണം സഅയ് ഉണ്ടാകുന്നത്. അത് സഅയിന്റെ നിബന്ധനകളിൽപ്പെട്ടതാണ്. അതേ സമയത്ത് സഅയ് ചെയ്യുന്ന സമയത്ത് വുളൂ ഉണ്ടായിരിക്കണം എന്നത് നിർബന്ധം ഇല്ല, സുന്നത്ത് മാത്രമാണ്. സഅയ് ചെയ്യുന്ന സമയത്ത് ഏതു ഭാഗത്തേക്ക് തിരിഞ്ഞാവണം, കഅബയിലേക്ക് മുന്നിടണം, ഇടതുഭാഗമാകണം, അങ്ങനെ നിബന്ധനകൾ ഒന്നും ഇല്ല. അയാൾ മുന്നിക്ക് നടന്നാലും പിന്നിക്ക് നടന്നാലും കുഴപ്പമില്ല, സഫയുടെയും മറുവിന്റെയും ഇടയിൽ നടത്തം ഉണ്ടാകണം. ആ നടക്കുന്ന സമയത്ത് ഏത് ദിക്ർ ചൊല്ലണം, ത്വവാഫിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇന്നത് ചൊല്ലണം എന്ന് നിർബന്ധം ഇല്ല. ഒന്നും ചൊല്ലാതെ നടന്നാലും സഅയ് സ്വഹീഹാകും. എന്നാൽ പ്രധാനപ്പെട്ട ഇടമാണല്ലോ, അള്ളാഹുവിനോട് ചോദിക്കേണ്ട ഉത്തരം കിട്ടുന്ന സമയമാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക, ദിക്റുകൾ ചൊല്ലുക, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. നമ്മുടെ ഏടിൽ അതിന്റെ ദിക്റുകൾ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് ചൊല്ലുക. സഅയ് ചെയ്യുന്ന സമയത്ത് മുകൾ ഭാഗത്ത് പച്ച ലൈറ്റ് വെച്ച അല്പസ്ഥലം അങ്ങോട്ട് പോകുമ്പോഴും കാണും, ഇങ്ങോട്ട് വരുമ്പോഴും കാണും. ആ സ്ഥലത്തെത്തുമ്പോൾ പുരുഷന്മാർക്ക് അല്പം സ്പീഡിൽ നടക്കൽ സുന്നത്തുണ്ട്. അഥവാ കാൽ വെക്കുന്നത് അടുത്തടുത്ത് തന്നെ അല്പം സ്പീഡിൽ വെക്കുക. അപ്പോൾ ഒരു ചെറിയ ചാട്ടത്തോട് കൂടെയുള്ള ഒരു നടത്തുണ്ടാകും, അതാണ് ഉദ്ദേശിക്കുന്നത്. എന്നല്ലാതെ ചില ആളുകൾ അവിടെ എത്തുമ്പോൾ പ്രായമുള്ള ആളുകളെയും സ്ത്രീകളെയും ഒക്കെ ഇങ്ങോട്ട് തട്ടി മറിച്ചിട്ട് ഒരൊറ്റ ഓട്ടം അങ്ങോട്ട് ഓടുന്നത് കാണാം. അങ്ങനെ ഒരു PT ഉഷന്റെ ഓട്ട മത്സരത്തിന്റെ സ്ഥലം അല്ല അത്, മറിച്ച് ഒരു ചാട്ടത്തോടു കൂടെയുള്ള ഒരു നടത്തം. അപ്പൊ സ്ത്രീകൾ ആ ചാട്ടമില്ലാതെ കൂടെ ഒന്നുണ്ട് നല്ല സ്പീഡ് നടന്നാൽ കൂടെ അവരുണ്ടാവും. അതാണ് അവിടെ സുന്നത്തായിട്ടുള്ളത്. ഇനി 7ാമത്തത്, നമ്മൾ സഫയിൽ മറുവയിലേക്ക് എത്തി, നമ്മളെ സഅയ് കഴിഞ്ഞു. സഅയ് കഴിഞ്ഞാൽ ഇനി അടുത്ത് ചെയ്യാനുള്ളത് എന്താണ്? മുടി മുറിക്കുക എന്നതാണ്. അപ്പോ പലരും സംശയം ചോദിക്കാറുണ്ട്, സഅയ് കഴിഞ്ഞിട്ട് പിന്നെ 2 റക്അത്ത് നിസ്കരിക്കണ്ടേ? തവാഫ് കഴിഞ്ഞിട്ട് നിസ്കരിച്ചല്ലോ, അപ്പൊ സഅയ് കഴിഞ്ഞിട്ടും ഇല്ലേ 2 റക്അത്ത് എന്ന് ചോദിച്ചാൽ അവിടെ പല ആൾക്കാരും നിസ്കരിക്കുന്നത് കാണാം. സഅയ് കഴിഞ്ഞിട്ട് 2 റക്അത്ത്, സഅയിന്റെ സുന്നത്ത് നിസ്കാരം അങ്ങനെ ഒരു നിസ്കാരമില്ല. വേറെ എന്തെങ്കിലുമൊക്കെ സുന്നത്ത് കരിച്ചാണ്ടെങ്കിൽ നിസ്കരിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. സഅയിന്റെ സുന്നത്ത് അങ്ങനെ നിസ്കാരം ഇല്ല. സഅയ് കഴിഞ്ഞാൽ പിന്നെ അവിടെ മാറി നിന്ന് ദ്വാരക്കാൻ പറ്റുന്ന, ദുആ ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഉണ്ടെങ്കിൽ, തിരക്കൊക്കെ കുറവുണ്ടെങ്കിൽ ഒന്ന് മാറി നിന്ന് കൂട്ടമായി ദുആ ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നു. ഇനി നമുക്ക് അടുത്തതായി ഉംറയുടെ റുക്ന് 4ാമത്തത് മുടി മുറിക്കുക എന്നതാണ്. ഈ മുടി മുറിക്കൽ ആ മറുവയിൽ വെച്ചുകൊണ്ട് തന്നെ പള്ളിയിൽ വെച്ച് തന്നെ മുറിക്കണം, അങ്ങനെ നിർബന്ധമില്ല. റൂമിൽ ചെന്നിട്ട് മുറിച്ചാലും മതി, വഴിയിൽ വെച്ച് മുറിച്ചാലും മതി, ബാർബർ ഷോപ്പിൽ നിന്ന് മുറിച്ചാലും മതി, എവിടെ നിന്നാലും കുഴപ്പമില്ല. പുരുഷന് നിർബന്ധമായിട്ടുള്ളത് അവന്റെ തലയിൽ നിന്ന് ഒരു മുടി, അവന്റെ തലയിൽ നിന്നുള്ള ഒരൽപ്പം, ഒരു 3 മുടി കൂട്ടിപ്പിടിച്ചൊന്ന് മുറിച്ചാൽ അതോടുകൂടെ അവർ ഉംറയിൽ നിന്നെന്തായി? ഒഴിവായി, ഫർദ് വീടി. അതേ സമയത്ത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം തലമുടി മുഴുവനായും കളയലാണ് വലിയ മഹത്വമുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് ഒരുപാട് പ്രോത്സാഹനം നൽകിയിട്ടുമുണ്ട്, പിന്നെ മഹത്വങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മുടി മുഴുവനായി കളയാൻ പറ്റുന്ന ആളുകൾ അങ്ങനെ തന്നെ കളയുക. സ്ത്രീകൾക്ക് അവരുടെ തലമുടിയുടെ അറ്റത്തിൽ നിന്ന് ഒരു വിരൽ തുമ്പിന്റെ വലുപ്പത്തിൽ കൂട്ടിപ്പിടിച്ച് മുറിക്കുക. അവിടെ വെച്ച് തന്നെ മുറിക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയും തലയും ഒക്കെ പുറത്ത് ആളുകളൊക്കെ കാണുന്ന രീതിയിലാവരുത്. വളരെ സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം. അല്ലെങ്കിൽ റൂമിൽ ചെന്നിട്ടായാലും മതി, പക്ഷെ റൂമിലേക്ക് എത്തുമ്പോഴേക്ക് മുടി മുറിക്കാൻ മറന്നു പോകരുത്. മറന്നാൽ വലിയ അപകടമാണ് നമുക്ക് വരുന്നത്. അപ്പൊ മുടി മുറിക്കുന്നതോടുകൂടെ നമ്മളെ ഉംറ കഴിഞ്ഞു, നമ്മൾ ഉംറയിൽ നിന്ന് ഒഴിവായി. അൽഹംദുലില്ലാഹ്, ഉംറ അവസാനിച്ചു. അല്ലാഹു സ്വീകരിക്കട്ടെ.
ഈ മുടി മുറിക്കുമ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാകാറുണ്ട്, രണ്ടാമത്തെ ഒരു ഉംറയും കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അപ്പൊ എന്താ ചെയ്യേണ്ടത്? മുടി കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത്തതിന് മുടി ഉണ്ടാകൂലല്ലോ. അപ്പോ രണ്ടാമത്തതിന് ഒന്നുകിൽ ഒന്നാമത്തെ ഉംറയിൽ മുടി മുറിച്ചിട്ട് രണ്ടാമത്തതിൽ കളയാം. ഈ ഒന്നാമത്തതിൽ തന്നെ ആദ്യമായിട്ടൊക്കെ പോകുന്ന ആളുകൾ ഒന്നാമത്തതിൽ തന്നെ നിങ്ങൾ കളയാണ് നല്ലത്. ആ ഒന്നാമത്തെ പവൻ തന്നെ ചെന്നിട്ട് അത് കളയാം. എന്നിട്ട് രണ്ടാമത്തെ ഉംറ ചെയ്യുമ്പോൾ മുടിയില്ലെങ്കിലും ആ മുടിയില്ലാത്ത തലയിൽ മുടി കളയാൻ വേണ്ടി ആ സെറ്റ് ഒന്നിങ്ങനെ തട്ടിച്ചാൽ മതി, ഒന്ന് നടത്തിയാൽ മതി. അതോടുകൂടെ തന്നെ അവർ ഉംറയിൽ നിന്ന് ഒഴിവാകുന്നതാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടുകൂടെ ഉംറയിൽ നിന്ന് നമ്മൾ വിരമിച്ചു. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതുകൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. കുട്ടികൾക്ക് ഉംറ ചെയ്യുമ്പോൾ, കുട്ടികളെ കൊണ്ട് ഉംറ ചെയ്യിപ്പിക്കുമ്പോൾ അത് ചെയ്യിപ്പിക്കുന്ന മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉസ്താദേ, ഈ കുട്ടിയുടെ ഉംറ ചെയ്യണ്ടേ എന്ന് ചോദിക്കുമ്പോൾ നമ്മളതിന് മറുപടി പറയാറുള്ളത്, സ്വന്തമായി ഒരു ഒതു എടുക്കാനും സ്വന്തമായി നടന്ന് തവാഫും സയ്യൊക്കെ ചെയ്യാനും പറ്റുന്ന ഒരു കുട്ടിയെ കൊണ്ട് നിങ്ങൾ ചെയ്യിപ്പിച്ചാൽ മതി എന്ന് നമ്മൾ പറയും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അങ്ങനല്ല ഉസ്താദേ, ഈ കുട്ടിനെ എടുത്തുകൊണ്ട് ഞാൻ നടന്നുകാണ്ട് ചെയ്താലും തവാഫും സയ്യൊക്കെ ശരിയാവൂലേ, ഉംറ സ്വഹിയാവൂലേ? സ്വഹിയാവും. പക്ഷേ നമുക്ക് വലിയവർക്ക് പറഞ്ഞ ഇതേ നിബന്ധനകളൊക്കെ കുട്ടിക്കും ബാധകമാണ്. കുട്ടിക്ക് വേണ്ടി വാപ്പ ഇഹ്റാം ചെയ്യണം. അതുപോലെ തന്നെ കുട്ടിക്ക് വേണ്ടി തവാഫ് ചെയ്യുമ്പോൾ ഒതു എടുത്തു കൊടുക്കണം. തവാഫ് ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ ഒതു നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. അതുപോലെ തന്നെ കുട്ടിയുടെ ഇടതുഭാഗം കഅബയിലേക്ക് നേരിട്ട് കൊണ്ടായിരിക്കണം തവാഫ് ചെയ്യുന്നത്. കുട്ടിനെ എടുത്തു നടന്നുകൊണ്ടാണ് തവാഫ് ചെയ്യുന്നത് എങ്കിൽ എടുത്ത് നടക്കുന്ന ആള് വാപ്പ അവരും ഉംറക്ക് നിയ്യത്ത് ചെയ്ത ആളാണെങ്കിൽ രണ്ടാളെ തവാഫും കൂടി ഒരേ നടത്തത്തിൽ പരിഗണിക്കൂല. അപ്പൊ ഒരാൾ ആദ്യം കഴിയണം, പിന്നെ മറ്റാൾ നടക്കുള്ളൂ. ആ കുട്ടിയുടെ പമ്പേസിൽ മൂത്രോ മലോ ഉണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് തവാഫ് ചെയ്താൽ തവാഫ് സ്വഹിയാവില്ല. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ മറികടന്നുകൊണ്ട് ചെയ്യാൻ കഴിയും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് ഇഹ്റാം ചെയ്യാവൂ. ചെയ്തു കഴിഞ്ഞാൽ നിയ്യത്ത് ചെയ്താൽ പിന്നെ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അതൊക്കെ തരണം ചെയ്തുകൊണ്ട് ആ ഉംറ പൂർത്തിയാക്കുക എന്നത് കുട്ടിൻ്റെതാണെങ്കിലും നിർബന്ധമാണ്. അത് കുട്ടിൻ്റെതല്ലേ എന്ന് പറഞ്ഞ് അടുത്ത് വെച്ച് നിർത്തിവെക്കാനോ ഒഴിവാക്കാനോ പാടുള്ളതല്ല. അത് വലിയ കുറ്റകരമാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട മസലകളൊക്കെ യാത്രയിലുടനീളം നമ്മുടെ ഫെലിസ്കോ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ കൂടെ പോകുമ്പോൾ അൽഹംദുലില്ലാഹ് നമുക്ക് അമീറിന്റെ സാന്നിധ്യം എല്ലാ സമയത്തും ഉണ്ടാകും. ആദ്യത്തെ 2-3 ഉംറ കഴിഞ്ഞാൽ പിന്നെ അമീറിനെ കാണാനില്ലാത്ത അവസ്ഥ ഉണ്ടാവില്ല. ഫുൾ ടൈം നമുക്ക് അവരെ സേവനം കിട്ടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി കൃത്യമായി നിർവഹിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ നിലയിൽ നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. പിന്നെ നമുക്ക് പോകാനുള്ളത് മദീനത്ത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്കാണ്. ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. ഹബീബിന്റെ ചാരത്തേക്ക് പോകുമ്പോൾ നമ്മളൊക്കെ പ്രത്യേകം സ്വലാത്ത് ധാരാളം ചൊല്ലി 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 തങ്ങൾ നമ്മളെ സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളൊക്കെ പാകപ്പെടുകയും മാറുകയും ചെയ്ത് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊരുത്തം കിട്ടുന്ന വിധത്തിൽ, അവിടുന്ന് നമ്മളെ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ഒരു സിയാറത്ത് ചെയ്ത് തിരിച്ചു പോരാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് മദീനയിലെത്തുമ്പോൾ വളരെ ബഹുമാനം നമുക്കുണ്ടാകണം. വളരെ ആദരവോടുകൂടെ ആയിരിക്കണം മദീനയിൽ നമ്മൾ ഉണ്ടാകേണ്ടത്. മഹാന്മാരെ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ അതനുസരിച്ചൊന്നും നമുക്ക് കഴിയില്ലെങ്കിലും നമ്മളെ കൊണ്ടാകുന്ന വിധത്തിലൊക്കെ നമ്മൾ അവിടെ ബഹുമാനം കാണിക്കണം, ആദരവ് കാണിക്കണം. അവിടെ ശബ്ദം ഉയർത്താൻ പാടില്ല. അവിടെ ചെല്ലുമ്പോൾ സിയാറത്ത് ചെയ്യുമ്പോൾ അവിടെ മുന്നിൽ തന്നെ എഴുതി വെച്ച ആയത്ത് നമുക്ക് കാണാം, നിങ്ങൾ ശബ്ദം ഉയർത്തിയാൽ നിങ്ങളുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും എന്ന്. അതുകൊണ്ട് തന്നെ മദീനയിൽ ആദരവും ബഹുമാനവും അച്ചടക്കവും നമുക്ക് ഉണ്ടാകണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളൊക്കെ സൗകര്യം പോലെ നമുക്ക് ഓർമ്മപ്പെടുത്താം. യാത്രയിൽ അമീറിനോട് കൂടെ ഉണ്ടാകും. അമീറിനോടൊക്കെ ചോദിച്ച് നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു. അർഹമുർ റഹീമായ അല്ലാഹ് പാവപ്പെട്ട ഞങ്ങൾക്ക് മഖബൂലും മബ്റൂറുമായ നിലക്ക് ഉംറയും സിയാറത്തുകളും നിർവഹിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളെ ആരോഗ്യം നീ നിലനിർത്തി തരണേ അല്ലാഹ്. അതിനുള്ള ആഫിയത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഇഖ്ലാസ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ ഉംറ ആഗ്രഹിച്ചിരിക്കുന്ന ആളുകളുണ്ട്. പഠിച്ചവനെ അവർക്കൊക്കെയും അവിടെ എത്താൻ നീ അവസരം നൽകണേ അല്ലാഹ്. നീ ഭാഗ്യം നൽകണേ അല്ലാഹ്.
അവർക്കൊക്കെയും ഖിദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാഹുവേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊരുത്തം കിട്ടുന്ന വിധത്തിൽ സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് അവസരം തരണേ ഞങ്ങൾ മരിച്ചുപോയവരെ ഹദറത്തിലേക്ക്, പ്രത്യേകിച്ച് ഉമ്മ ഉപ്പ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ അവരൊക്കെ ഹദറത്തിലേക്ക് ഈ പറഞ്ഞതിൻ്റെ ഒക്കെ മിഥിൽ തവാബിനെ എത്തിച്ച് അവരെ കബറൊക്കെ സന്തോഷത്തിലാക്കി അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടിത്തരണേ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.